بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم بحسب امرئ من الشر أن يحقر أخاه المسلم. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, നാട്ടുകാരണവന്മാരെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അവൻ തൃപ്തിപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് സ്വർഗലോകത്ത് കുടുംബസമേതം ഒരുമിച്ച് കൂടാനും നമ്മുടെ ഈ പരിപാടി അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രബോധന പ്രഭാഷണ പരമ്പരയ്ക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുമസ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും
മനഃപ്പാഠമാക്കിയ ഒരു ചെറിയ അധ്യായമാണ്. സാധാരണ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുകയും കേൾക്കുകയും ചെയ്യാറുള്ള ഈ അധ്യായം ഒരുപാട് ഉപദേശങ്ങളും താക്കീതുകളും നമുക്ക് നൽകുന്ന വലിയ ഗുണപാഠമുള്ള ഒരു ചെറിയ അധ്യായമാണ്. ഇതിനെ 2 ഭാഗങ്ങളാക്കി ചെറിയ തോതിൽ വിശകലനം നടത്തുകയാണ് ഇൻഷാ അല്ലാഹു തആല ഇന്നും നാളെയും ഉദ്ദേശിക്കുന്നത്. ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ അദ്ധ്യായം വിശുദ്ധ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങളിൽപ്പെട്ടതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിൻ്റെ നേരെ മേലെയുള്ളതാണ് സൂറത്തുൽ ഹുമസ എന്ന് പറയുന്നത്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട അധ്യായങ്ങളെയാണ് മക്കി എന്ന് പറയാറുള്ളത്. ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതെവിടെ വെച്ചായാലും അതിനെ മദനി എന്നാണ് പറയാറുള്ളത്. 9 സൂക്തങ്ങളാണ്, ആയത്തുകളാണ് ഈ ചെറിയ അധ്യായത്തിലുള്ളതെങ്കിൽ 49 കലിമത്തുകളും 133 അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ അധ്യായം വളരെ ഗൗരവത്തോടെയാണ് ആദ്യമായി തന്നെ അള്ളാഹു തുടങ്ങുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈൽ എന്ന പദം സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, പലപ്പോഴും അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 2 രീതിയിലാണ് പണ്ഡിതന്മാർ ഈ വാചകത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിലൊന്ന് വൈലുൻ അളീമുൻ ലാ യഅലമു കുൻഹഹു ഇല്ലല്ലാഹ് എന്ന അർത്ഥത്തിൽ വമ്പിച്ച നാശം, ആ നാശത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അറിയില്ല. അങ്ങനെയുള്ള നാശവും വിപത്തും എന്നാണ് വൈൽ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അല്ലാഹു വൈലുൻ എന്ന് പ്രയോഗിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ആ നാശം ഇനി പറയുന്ന പരാമർശിക്കുന്ന സ്വഭാവമുള്ളവരിൽ ഉണ്ടാകട്ടെ എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു നടത്തുന്നത്. ഒരാൾക്കും അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നറിയാത്ത വിധത്തിലുള്ള വമ്പിച്ച ദുരന്തം അത് ഇനി പറയുന്ന ദുസ്വഭാവികൾക്ക് ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്നതിൽ ആർക്കും സംശയമില്ല. ഗൗരവത്തോടെയാണ് അല്ലാഹു അത് പരാമർശിച്ചത്. പണ്ഡിതന്മാർ വൈല് എന്ന പദത്തിന് നൽകിയ മറ്റൊരു വിശദീകരണം വാദിൻ ഫീ ജഹന്നം. വൈല് എന്ന് പറഞ്ഞാൽ നരകത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഏരിയയാണ്, ഒരു ചെരുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെ വിശദീകരിച്ചതായി സയ്യിദുന അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. വൈലുൻ വാദിം ഫീ ജഹന്നമ യഹ്വി ഫീഹിൽ കാഫിറു 40 ഖരീഫാ ഖബ്ല അൻ യബ്ലുവ ഖഅറഹു. വൈൽ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ഭാഗമാണ്. ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സത്യനിഷേധി അതിൻ്റെ അടിയിൽ ചെന്നു പതിക്കണമെങ്കിൽ 40 കൊല്ലക്കാലം പിടിക്കും. അത്രയും ആഴമുള്ള ഇരുള് നിറഞ്ഞ ഭീകരാന്തരീക്ഷമുള്ള ഒരു പ്രത്യേകമായ നരകത്തിൻ്റെ ചെരുവാണ് വൈലെന്ന് പറയുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ രണ്ട് വ്യാഖ്യാനങ്ങളും പരസ്പര വിരുദ്ധമല്ല, രണ്ടർത്ഥവും വെച്ചാലും അത് രണ്ടും യോജിക്കുന്നതാണ്. രണ്ടും കൂടി ഒന്നിച്ച് ഉദ്ദേശിച്ചാലും തകരാറില്ല. ഈ മാരകമായ നരകം അത് വമ്പിച്ച നാശമാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അള്ളാഹു പലയിടത്തും ഖുർആനിൽ പ്രയോഗങ്ങൾ നടത്തിയത് കാണാം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഒരു തരം നിസ്കാരക്കാർക്ക് വമ്പിച്ച നാശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരാമർശിച്ചത് കാണാം. അതുപോലെ കച്ചവടം നടത്തുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും അവ വസനുഹും യുഖ്സിറൂൻ. കച്ചവടക്കാർ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ചരക്കുകൾ തൂക്കിയോ അളന്നോ വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുന്നു, തിരിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നു. അങ്ങനെയുള്ളവർക്കും വൈല് അല്ലാഹു താക്കീദിൻ്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൗരവമേറിയ കാര്യങ്ങളെ പറയുന്ന സമയത്ത് പലയിടത്തായി വിശുദ്ധ ഖുർആനിൽ ഈ പേടിപ്പിക്കുന്ന ശൈലിയിലുള്ള തുടക്കം അല്ലാഹു നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭീകരമായ നരകം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീകരമായ ദുരന്തം അതെല്ലാം ഉണ്ട്. ആർക്കാണ് ഉള്ളത്? ലികുല്ലി ഹുമസത്തിൽ ലുമസ. രണ്ട് സ്വഭാവക്കാർക്കാണ് അള്ളാഹു ആദ്യം തന്നെ ഈ ഭീകരമായ നരകം വാഗ്ദാനം ചെയ്യുന്നത്. എല്ലാ ഹുമസത്തുകാർക്കും ലുമസകൾക്കുമാണ്. എന്തിനാണ് ഹുമസ എന്ന് പറയുക? ഭാഷാപരമായി ഹുമസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ കസ്ർ, തകർക്കുക, ഉടക്കുക, പൊട്ടിക്കുക എന്നൊക്കെയാണ് ഹംസ് എന്ന പദത്തിന് അർത്ഥം പറയുക. ലംസ് എന്ന് പറഞ്ഞാൽ അത്വഅനു, വിമർശിക്കുക, അധിക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക എന്നെല്ലാമാണ് ലംസ് എന്ന് പറഞ്ഞാൽ. ഇതിനെ സാധാരണ ഉപയോഗിച്ച് വരുന്നത് ജനങ്ങളുടെ മാനം തകർക്കുകയും ജനങ്ങളെ അകാരണമായി അധിക്ഷേപിച്ച് വിമർശിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഈ പ്രയോഗം സാധാരണ നടത്തി വരാറുള്ളത്. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത്, മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്നൽ ഹുമസത്ത അൽ ഖത്താത്ത്. ഹുമസത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ദൂഷണം പറയുന്ന, മറ്റുള്ളവരെ ദൂഷണം പറയുന്നവരാണ്. മറ്റുള്ള ആളുകളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരാളോട് അയാളെക്കുറിച്ച് വേറെ ഒരാൾ വേണ്ടാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. അതേ ആളെടുത്ത് ചെന്നിട്ട് നിങ്ങളെക്കുറിച്ച് ഇയാൾ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ അവരെ പരസ്പരം തമ്മിലടിക്കുകയും ശണ്ട കൂടിക്കുകയും ചെയ്യുന്ന ക്രൂരവിനോദം ജീവിത രീതിയാക്കി മാറ്റിയ ആളുകൾക്കാണ് ഹുമസത്ത് എന്ന് പറയുന്നത്. നമീമത്ത് പറയുന്നവർ, പരദൂഷണം പറയുന്നവർ. മഹാൻ പറഞ്ഞു, വൽ ഹുമസ, ഹുമസ എന്ന് പറഞ്ഞാലോ അൽ അയ്യാബ്, ജനങ്ങളുടെ ന്യൂനതയും പോരായ്മകളും തേടിപ്പിടിച്ച് അത് പരസ്യപ്പെടുത്തുന്ന ആളുകൾ. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള രണ്ട് സംഗതിയാണ്. രണ്ടാൾക്കാർ തമ്മിൽ ഏറ്റുമുട്ടിക്കുക, അതിൻ്റെ പിന്നിൽ ഞാനാന്ന് പറഞ്ഞാൽ നല്ലൊരു റാഹത്തുണ്ടാവും. ഇതുപോലെ തന്നെ ഒരാളെ നന്മ എത്ര കണ്ടാലും പറയാൻ നമുക്ക് നാവ് പൊങ്ങൂല. തെറ്റ് കണ്ടാലോ 1000 നാവ് കൊണ്ട് അത് പ്രചരിപ്പിച്ചാൽ നമുക്ക് എന്തോ ശൈത്താൻ തോന്നിപ്പിച്ചൊരു വലിയ സന്തോഷമായിട്ട്. ഈ മാരകമായ തിന്മ ചെയ്യുന്നവരാണ് ഹുമസത്തും ലുമസത്തും എന്ന് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനായ അബുൽ ആലിയ ഹസൻ മുജാഹിദ് അത്താബ് ബിൻ റബാഹ് റളിയല്ലാഹു അൻഹും പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, താബിഈ പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹുമസ, ഹുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യഅതാബു വയതഅനു ഫീ വജ്ഹിർ റജുൽ, ഒരാളെ മുഖത്ത് നോക്കി തന്നെ അയാളെ
ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ആളാണ്. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ചില ആളുകൾ, ഞാൻ കണ്ട കാര്യം മുഖത്ത് നോക്കിയാണ് പറയും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. പിന്നെ അവിടെ മറച്ചുവെക്കലൊന്നുമില്ല. അത് നല്ല സ്വഭാവമല്ല. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയാം, അത് ഈ മാരകമായ ദുരന്തം വന്നുപെടാൻ കാരണമാകുന്ന തിന്മയാണ്. ഒരാളെയും മുഖത്ത് നോക്കി ചീത്ത പറയരുത്. അതാണ് ഹുമസ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയുന്നത്. ലുമസ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നത് അല്ലദീ യഅ്താബുഹു മിൻ ഖൽഫിഹി ഇദാ ഗാബ. മുഖത്ത് നോക്കി പറയില്ല. അയാൾ പോയി കഴിഞ്ഞാൽ പറയാണ്, ഞാൻ ഇപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓൻ വല്ലാത്ത തരികിടക്കാരനാണ് ആള് പോയതിന് ശേഷം. അപ്പം മുഖത്ത് നോക്കി ഒരാളെ അയ്ബ് പറയലും പോരായ്മ കുറ്റപ്പെടുത്തലും, മുഖത്ത് നോക്കാതെ അയാളെ അഭാവത്തിൽ അയാളെക്കുറിച്ച് വേണ്ടാത്തത് പറയലും രണ്ടും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇനിയും പണ്ഡിതന്മാരതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ ഹുമസത്തു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീ യുദി ജുലസാഹു ബിസൂഇൽ ലഫ്ളി. തൻ്റെ കൂട്ടുകാരെ കൂടെയിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് അയാൾ മാനസികമായി പീഡിപ്പിക്കും. കുത്തുവാക്കുകൾ, വിമർശനങ്ങൾ തൊള്ളോണ്ടിങ്ങനെ പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ടും വല്ലാതെ വിഷമിപ്പിക്കും. അവർക്കാണ് ഹുമസത്ത് എന്ന് പറയുക. ഇനി ലുമസ എന്ന് പറഞ്ഞാൽ മഹാൻ നൽകുന്ന വിശദീകരണം എന്താണ്? അല്ലദീ യുശീറു ബിഐനിഹി വറഅസിഹി വബിഹാജിബൈ. കണ്ണുകൊണ്ട്, തല കൊണ്ട്, പുരികം കൊണ്ട്, ചുണ്ടുകൊണ്ടും ഒക്കെ ആളുകളെ കൊച്ചാക്കുക. അങ്ങനെ ആക്കല്ലേ കൊഞ്ഞലങ്കാടല്ലേ പണ്ട്. ഇത് നമ്മളിയാർക്കും ഒരു ചെറിയ സംഗതിയല്ലേ. ചിലപ്പോൾ പുരികം കൊണ്ട് പോണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല, കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു താളം കാട്ടിയിട്ട് പോകാനൊന്ന് കളിയാക്കുക. അല്ലെങ്കിൽ കൈകൊണ്ട് അങ്ങനെ കട്ടാക്കിയിട്ടേ. ഇതൊക്കെ ആളുകളുടെ മാനം കെടുത്തലും അവഹേളിക്കലുമായ പരിപാടികളാണ്. മൊത്തത്തിൽ ഈ പറഞ്ഞ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മറ്റുള്ളവരെ ദൂഷണം പറയുകയും മറ്റുള്ളവന്റെ മാനം കെടുത്തുകയും ചെയ്യുന്ന എന്തൊക്കെ ഏർപ്പാടുണ്ടോ ആ ഏർപ്പാട് ചെയ്യുന്നവർക്ക് വൈലുൻ, പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത വമ്പിച്ച നാശമുണ്ട്, അല്ലെങ്കിൽ ഭീകരമായ നരകമുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ സൂക്തത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു സന്ദേശമുണ്ട്, ഒരു പാഠമുണ്ട്. അതെന്താണ്? മനുഷ്യനെന്ന് പറയുന്നത് വളരെ മാന്യതയുള്ള ഒരു സൃഷ്ടിയാണ്. ആ മനുഷ്യൻ്റെ മാന്യത തകർക്കാൻ ഒരു വാക്കുകൊണ്ട് നമുക്ക് അവകാശമില്ല. ഒരു ആംഗ്യം കൊണ്ട് നമുക്കൊരു മനുഷ്യൻ്റെ മാനം തകർക്കാൻ പാടില്ല. ഒരു വിരൽ ചൂണ്ടിയോ ചുണ്ടു കോട്ടിയോ ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ അല്ലാഹുവാൽ ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ്. അല്ലാഹു തആല പറയുന്നു, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യവംശത്തെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചൊരു വിഭാഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അനാദരിക്കാനും അവഹേളിക്കാനും അള്ളാഹു നമുക്ക് അനുമതി തന്നിട്ടില്ല. മനുഷ്യന് വലിയ ബഹുമാനം കൽപ്പിക്കണം. ആ ബഹുമാനത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ അല്ലാഹു പറയാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ്, അവനെ കടലിലൂടെയും കരയിലൂടെയും നമ്മൾ വാഹനത്തിൽ യാത്ര അയക്കുന്നു. വേറെ ഏത് ജീവിയാ വാഹനത്തിൽ യാത്ര പോകുന്ന പരിപാടിയുള്ളത്? ഏതെങ്കിലും ജീവി ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടുപോയാലല്ലാതെ റോട്ടുമ്മ കൂടെ ബസ് പോകുമ്പം കൈ ആട്ടിയിട്ട് നായ വണ്ടി കയറലുണ്ടോ? ആട് കയറലുണ്ടോ? പോത്ത് കയറലുണ്ടോ? നമ്മൾ കൂട്ടിക്കൊണ്ടായാളുണ്ട്. അല്ലാതെ കരയിലും വാഹനത്തിൽ പോകാറില്ല, കടലിലും പോകാറില്ല, അന്തരീക്ഷത്തിലൂടെയും പോകാറില്ല. അത് മനുഷ്യന് അള്ളാഹു നൽകിയ ആദരവിൻ്റെ ഭാഗമാണ്. യാത്ര, വാഹനത്തിൽ കയറി യാത്ര പോകുന്ന സ്വഭാവം മനുഷ്യനാണ്.
മാത്രമല്ല വറസഖ്നാഹും മിനത്ത്വയ്യിബാത്ത്, മേത്തരം സാധനങ്ങളാണ് മനുഷ്യന് നമ്മൾ ആഹാരമായി കൊടുത്തത്. നോക്കൂ നിങ്ങൾ, നമ്മൾ വയലിൽ നെൽകൃഷി ഇറക്കിയാൽ അതിൻ്റെ അരിയെടുത്ത് നമ്മൾ തിന്നുന്നു. ജീവികൾ കൂട്ടത്തിൽ ഏറ്റവും ആദരവുള്ള ജീവികൾ ആടും മാടും ഒട്ടവുമല്ലേ, അവർക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ വൈക്കോല അല്ലേ. പീടിയിൽ നിന്ന് പഴം വാങ്ങിയാൽ അതിൻ്റെ മാംസളമായ ഭാഗം നമ്മൾ തിന്ന് തോലല്ലേ ആടിന് കൊടുക്കുന്നത്. മനുഷ്യനാണ് അല്ലാഹു തആല ഉത്കൃഷ്ടമായ മേത്തരം ആഹാരം നൽകിയത്. മാത്രമല്ല വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, നാം സൃഷ്ടിച്ച ഒട്ടേറെ സൃഷ്ടികളെക്കാൾ മനുഷ്യന് പലതരത്തിലും നാം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ മഹത്വമുള്ള അല്ലാഹുവാൽ ആദരിക്കപ്പെട്ട മനുഷ്യനെ അവഹേളിക്കുക, നിന്ദിക്കുക എന്നത് മാരകമായ ഒരു തിന്മയായി അല്ലാഹു കാണുകയും ആ തെറ്റിൽ മുഴുകുന്ന ആളുകൾക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീകരമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഒന്നാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന താക്കീത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ വലിയ ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്ത തിന്മ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായ നാവിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്ത അനേകം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് നാവ് തന്നു എന്നത്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, ആ മനുഷ്യന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ? അതെ, ഒരു നാവും 2 ചുണ്ടുകളും അവന് കൊടുത്തിട്ടില്ലേ? നാവ് കൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, ചുണ്ടും കൂടി അതിന് പങ്കെടുക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരനുഗ്രഹമായി അല്ലാഹു ചുണ്ടുകളെയും എണ്ണുകയാണ്. ഇത് അല്ലാഹു മനുഷ്യന് നൽകിയത് സാധാ ജീവികൾക്ക് കൊടുത്ത രീതിയിലല്ല. ഒരാനക്ക് ഒരുപക്ഷെ അതിൻ്റെ നാവെടുത്ത് നമ്മൾ തൂക്കി നോക്കിയാൽ 10-15 കിലോ വലുപ്പമുള്ള നാവുണ്ടാവും. എന്നാൽ ആ ആനക്ക് നമ്മളെപ്പോലെ വഅള് പറയാൻ പറ്റുമോ? സംസാരിക്കാൻ കഴിയുമോ? തൻ്റെ ആവശ്യങ്ങളെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശേഷി കൊടുത്തിട്ടുണ്ടോ? വേറെ ഏതെല്ലാം മൃഗങ്ങളുണ്ട്, ജീവികളുണ്ട്. നാവ് അവർക്കൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേക രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉള്ള നാവ് അല്ലാഹു മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത്, നമ്മുടെ ഇൽമു വർദ്ധിക്കുന്നത്, നമ്മുടെ പുരോഗതി എല്ലാം നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ നാവിലാണ്. അത് വല്ലാത്തൊരു നിഅമത്താണ്. ഇതിനു പുറമേ, ഈ സംസാരശേഷിക്ക് പുറമേ നിങ്ങൾ നോക്കൂ, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ രുചിഭേദങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് നാവ് കൊണ്ടാണ്. രണ്ടാമത്തെ അനുഗ്രഹം, നാവിൻ്റെ മേലെ ഒരുപാട് ചെറിയ മൊട്ടുകളുണ്ട്. ആ മൊട്ടുകളാണ് വൈവിധ്യമാർന്ന ആഹാര പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത രുചി നമുക്ക് ബോധ്യമാക്കി തരുന്നത്. നാവ് ഒരു ചെറിയ സാധനമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നാവ് വൃത്തിയാക്കുമ്പോൾ വീതിയിൽ നാവ് അടിക്കാൻ പാടില്ല, നീളത്തിലായിരിക്കണം നാവ് അടിക്കുക. വീതിയിൽ വടിച്ചാൽ ഈ മൊട്ട് അടർന്നു പോയാൽ പല ഭക്ഷ്യവസ്തുക്കളുടെ രുചി നമുക്കറിയാതെ പോകും. ഇനി നോക്കൂ, ഇതേ നാവ് കൊണ്ട് തന്നെ നമ്മുടെ വായിൽ സംസാരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നമുക്ക് ഉമിനീരിൻ്റെ നനവുണ്ടെങ്കിലേ വർത്തമാനം പറയാനൊക്കൂ. വായിൽ വെള്ളം വറ്റിപ്പോയാൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാവശ്യമായ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നതിലും നാവിന് വലിയ പങ്കുണ്ട്. അതിൻ്റെ പുറമെ ഒരു മനുഷ്യൻ കുഫറിൻ്റെയും ഈമാനിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് മുഅ്മിനാണെന്ന് പരസ്യമായി പറയണം. അതാണ് കലിമത്ത് തൗഹീദ് ചൊല്ലുന്നത്. ആ ഈമാൻ പരസ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അവയവം
അത് നാവാണ്. ഒരാളെ മുസ്ലിം മുഅ്മിൻ എന്ന് നമ്മൾ പറയണമെങ്കിൽ, സംസാരശേഷിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ പരസ്യമായി പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോഴാണ് അവനെ നമ്മൾ മുഅ്മിനായി ബാഹ്യമായി അംഗീകരിക്കുക. അതിന് ഉപയോഗിക്കുന്ന മഹത്വമേറിയ അവയവമാണ് നമ്മുടെ നാവ്. നാവിന് വിധേയമാകാത്ത ഒരു വിഷയവും ഇല്ല. ഏത് കാര്യവും മറ്റൊരവയവത്തിനും അതിൻ്റെതായ ഒരു കഴിവ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ നാവിന് വിധേയപ്പെടാത്ത, നാവ് കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതി ലോകത്തില്ല. ആ രീതിയിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന നാവ് മറ്റുള്ള ആളുകളെ കുറ്റം പറയാനും മറ്റുള്ളവരെ മാനം തകർക്കാനും വേണ്ടി ദുരുപയോഗം ചെയ്യാനല്ല അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് തന്നെ നാവ് എന്ന അവയവത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ മാനം തകർക്കാൻ നാവിനെ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആളുകൾക്ക് നരകത്തിലേക്ക് പോകാൻ ഏറ്റവും കുറുക്കുവഴി ഒരുക്കുന്ന അവയവമാണ് നാവ്. മഹാനായ സയ്യിദുന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല നിങ്ങൾ പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചോ പ്രിയപ്പെട്ട നബിയെ, അനുആഖദു ബിമാ നഖൂൽ, ഞങ്ങളെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് കാരണമായി ഞങ്ങളെ ശിക്ഷിക്കപ്പെടുമോ നബിയെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഖിലത്തുക ഉമ്മുക യാ അബാ ജബൽ വഹൽ യുകിബ്ബുന്നാസ ഫിന്നാരി ഇല്ലാ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനത്തിഹിം. നിനക്കറിയോ, ജനങ്ങളെ നരകത്തിലേക്ക് മൂക്കുകുത്തി തള്ളിയിടുന്നത് അവരെ നാവുകൾ കൊയ്തുകൂട്ടിയ കുറ്റകൃത്യങ്ങളല്ലാത്ത മറ്റൊന്നുമല്ല. അധികവും ആളുകളും നരകത്തിൽ പോകാനുള്ള കാരണം എന്താ? നാവ് കൊണ്ട് പറഞ്ഞുകൂട്ടുന്ന തിന്മകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേ സമയത്ത് വഖദ് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്ബരി മാ യുദ്ഖിലുന്നാസൽ ജന്ന, ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, അള്ളാഹ്ക്ക് തഖ്വ ചെയ്യലും സൽ സ്വഭാവത്തോടെ ജീവിക്കലുമാണ്. വസുഇല അൻ അക്ബരി മാ യുദ്ഖിലുന്നാർ, ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിലേക്ക് തള്ളിയിടുന്ന അമൽ എന്താണെന്ന് ചോദിച്ചപ്പം ഫഖാല, റസൂലുള്ള പറയുന്നു, അൽ അജ്വഫാനി അൽ ഫർജു വൽ ഫമു, എല്ലില്ലാത്ത രണ്ട് അവയവമാണ് ജനങ്ങളെ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. ഒന്ന് നാവും മറ്റൊന്ന് ലൈംഗിക അവയവവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് നാശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അവസ്ഥയിലും എത്തിച്ചേരാൻ പ്രധാന കാരണമാകുന്ന നാവിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനും ഏറ്റവും നല്ല എളുപ്പ വഴി ഒരുക്കുന്ന അവയവമാണ് നാവ്. ആ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കാതെ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് നാവിനെ കൊണ്ടുപോകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ആ നാവിനെ തടഞ്ഞു വെക്കുക എന്നതാണ്. പരമാവധി ഉപയോഗിക്കാതെ ഇടുക. ഏറ്റവും എളുപ്പമുള്ളൊരു വഴി അതാണ്. നടക്കുമെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത് കാണാം, മൻ സ്വമത്ത നജാ, ആരെങ്കിലും മൗനമവലംബിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. മിണ്ടാതെ നിൽക്കന്നെ, നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു ഏടാകൂടവും ചെന്ന് ചാടിയിട്ട് സംസാരിച്ച് വെറുതെ നമ്മൾ കളകള പറയാതെ മിണ്ടാതെ നിന്നോ അവൻ രക്ഷപ്പെടുകയാണ്. മറ്റൊരിക്കൽ അവിടുന്ന് ചോദിച്ചു, മൻ സർറഹു അൻ യസ്ലമ, ആർക്കെങ്കിലും രക്ഷപ്പെടുന്നത് സന്തോഷമാണെങ്കിൽ ഫൽ യൽസമി സുംത, അവൻ മൗനം അവലംബിച്ചു കൊള്ളട്ടെ. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ നാവിനെ അടക്കി വെച്ച് ഒന്നും മിണ്ടാതെ നിന്നാൽ രക്ഷപ്പെടാം. ഇനി അല്ല സംസാരിക്കുകയാണെങ്കിലോ
അള്ളാഹിന്റെ ഹബീബ് തന്നെ പറയുന്നു, റഹിമല്ലാഹു അബ്ദൻ തകല്ലമാ ഫഗനിമാ. ഒരു മനുഷ്യന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. എന്താണ് അയാൾ ചെയ്തത്? തകല്ലമ, അദ്ദേഹം സംസാരിക്കുന്നു. ഫഗനിമ, അദ്ദേഹം ഒരുപാട് പുണ്യകർമ്മങ്ങൾ കൊയ്തെടുക്കുന്നു. ആ നിലക്ക് നാവിനെ ഉപയോഗിച്ചാൽ അത് നല്ലതാണ്. ഔ സക്കത്ത, അല്ലെങ്കിൽ മൗനം അവലംബിക്കുന്നു. ഫസലിമ, അങ്ങനെ രക്ഷ പ്രാപിക്കുന്നു. അവനും അള്ളാഹു കരുണ ചൊരിയട്ടെ. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ ഏറ്റവും രക്ഷപ്പെടാൻ നല്ല എന്താ? എന്തുകൊണ്ട് നാവുകൊണ്ടൊന്നും പറയാതിരുന്നു എന്ന് അള്ളാഹ് ചോദിക്കൂല. വെറുതെ എന്തെങ്കിലും വർത്താനം പറയാതിരുന്ന ഒരു ദിവസം ഫുള്ളായിട്ട് ആ ചോദ്യം വരില്ല. ചൊല്ലേണ്ടതിന് നമ്മൾ നിർബന്ധമായി ചൊല്ലേണ്ട ദിക്റുകളും ഖുർആനോത്തും ഒക്കെ ഉണ്ടാവും. അത് കഴിച്ച് വെറുതെ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്ന് ചോദ്യമല്ല. മിണ്ടാതിരുന്ന ആ രക്ഷപ്പെടും. മിണ്ടുകയാണെങ്കിൽ ഖൈറുള്ളത് മാത്രം പറയുക. ഈ ഒരവസ്ഥ നമുക്ക് എത്ര കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുവോ അത്രയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് എന്നോട് ഒന്നാമതായും നിങ്ങളോടും ഉണർത്താനുള്ളത്, പരമാവധി നാവ് അടക്കി വെക്കുക. അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ ദുന്യാവിലും ആഖിറത്തിലൊക്കെ നമുക്ക് ഖൈറുണ്ടാകും. ദുന്യാവിൽ തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ? നാവടക്കാത്തതായിരിക്കും. എന്തെങ്കിലും പറവറോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൻ്റെ പിന്നാലെ ഒരുപാട് കുഴപ്പങ്ങൾ വരും. ഇനി രണ്ടാമതായി മൗനം പരമാവധി നമ്മൾ സ്വീകരിക്കുക. ഇനി അനാവശ്യ സംസാരം ഉപേക്ഷിക്കുക. സംസാരിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം പറയുക, ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നി. ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മയിൽപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്തതൊക്കെ ഉപേക്ഷിക്കുക. പലതും ഉണ്ടാവും. വ്യാപകാർത്ഥമുള്ളൊരു ഹദീസാണ്. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. അതിന് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യൻ മുസ്ലിമായാൽ അയാളിൽ കാണപ്പെടേണ്ട നന്മയിൽപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ നോക്ക്, സംസാരിക്കുന്ന സമയത്ത് ഒരു ഉമ്മാമങ്ങനെ ഒരു വൈക്ക് വരിക അങ്ങാടി. അപ്പോൾ ഒരു പാത്തുമ്മ ഉമ്മാനെ കണ്ടു. ചോദിച്ചു, അല്ല മറിയുമ്പോൾ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഒറ്റ മറുപടി അത്, ഞാൻ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ പോയി വരികയാണ്. കഴിഞ്ഞു. അതിന് പകരം എന്താ മറിയമ്മ തുടങ്ങുന്നത്? എന്നോട് പറയുകയാണെങ്കിൽ ഇന്നലെ അന്തിക്ക് കിടന്നപ്പോൾ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ എന്തോ ഒരു വേദന പോലെ തോന്നിയതാ. പിന്നെ എനിക്ക് ഉറക്ക് തീരെ വന്നിട്ടില്ല. രാവിലെ സുബഹിക്ക് വെച്ച് ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ട് ഒന്ന് മൂത്രപ്പുരയെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വട്ടത്ത് തുടങ്ങാണ്. പാത്തുമ്മ വിചാരിച്ച് ചോദിക്കണ്ടില്ലല്ലോ പഠിച്ചപ്പോൾ ഇപ്പം അങ്ങനെ രക്ഷപ്പെടാം, നമ്മളെ ബസ് ഇപ്പം വരുമല്ലോ. എന്തിനാ എങ്ങോട്ടാ പോയെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി തുടങ്ങുന്നത് ഇന്നലെ ഉള്ള സംഭവം മുതൽക്കാ. ഈ മറുപടി കിട്ടണ ഇത്ര നേരം കാത്തുക്കണം, എന്തൊക്കെ പറയണം. ഇങ്ങനെ വട്ടിട്ടിട്ട് പറയാതെ ചോദിച്ചാൽ എന്താണോ ആ ചോദ്യം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മറുപടി മാത്രം പറയും. നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത അക്ഷരക്കൂട്ടുകൾ നാവുകൊണ്ട് ഇങ്ങനെ പുറത്തു വിട്ടുപോയാൽ ഇതൊക്കെ എഴുതി വെക്കാൻ ആളുണ്ട്. ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആളെ. ആ സമയത്ത് ഇതൊക്കെ പരലോകത്ത് വരുമ്പോൾ നമ്മളെ ഏട്ടിലുണ്ടാകും. അത് ഓർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത അവിടെ നിർത്തുക. അള്ളാഹിന്റെ ഹബീബ് പറയുകയാണ്, മൻ കസുറത്ത് കലാമുഹു കസുറത്തു ദുനൂബുഹു. ആരുടെയെങ്കിലും സംസാരം വർദ്ധിച്ചാൽ അവൻ്റെ ദോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും. വമൻ കസുറത്തു ദുനൂബുഹു, ആരുടെയെങ്കിലും ദോഷങ്ങൾ കൂടി വന്നാൽ മാത ഖൽബുഹു, അവൻ്റെ ഹൃദയം മരവിച്ചു പോകും, ചത്തുപോകും. വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ, ഹൃദയം ചത്തുപോയാൽ അവൻ നരകത്തിലെത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അനാവശ്യ സംസാരം ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടാവുന്ന അപകടമാണ്. പാപം വർദ്ധിക്കും. അത് ഹൃദയത്തിൻ്റെ തിളക്കം കെടുത്തിയിട്ട് അതിനെ കൊന്നുകളയും, നരകത്തിലേക്ക് പോകാൻ കാരണമാകും. അതിനാൽ ചുരുങ്ങിയ പദപ്രയോഗം നടത്തി ആൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആശയമാണെങ്കിൽ അത്രയും ചുരുക്കി പറയാം. അത് കേട്ടാൽ പിന്നെങ്ങനെ ചോദിച്ച് നമ്മൾ കുത്തിച്ചൊന്ന് ചോദിക്കുകയും ചെയ്യരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറുപടി അറിഞ്ഞോടത്ത് മാത്രമല്ല ഈ ചുരുക്കൽ. ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എഴുന്നാ വരുന്നത്? ഞാൻ ഇവിടട്ടം പോയതേനി. എന്നാ നിങ്ങളെ രണ്ടാമത് ഇവിടട്ടം എന്ന് പറഞ്ഞാൽ എന്ന ചോദ്യം ചോദിക്കണ്ട.
അത് നിങ്ങളോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ എന്ത് പറഞ്ഞത്, ഞാൻ ഇവിടട്ടം പോയതാണ്. പിന്നെയും ചോദിക്കാനെ ഇവിടട്ടം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എടുത്താ അല്ല മറ്റേ എടുത്താ, അത് പറയാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ അയാൾ പറയില്ലേ. അപ്പൊ ആവശ്യമില്ലാത്തത് ചിക്കി കുത്തി എന്താക്കരുത്, ചോദിക്കരുത്. ഓക്കെ ഞാൻ വരട്ടെ എന്നിട്ട് പോവാ. അപ്പൊ ചോദിക്കുന്ന ആളും മറുപടി പറയുന്ന ആളും ഒക്കെ ആവശ്യമുള്ളത് മാത്രം പറയാ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കും. അള്ളാന്റെ ഹബീബ് അതാ ആശംസ നേരുന്നു, തൂബാ ലിമൻ അംസകൽ ഫള മിൻ ലിസാനി വഅൻഫഖൽ ഫള മിൻ മാലിഹി. എല്ലാ പ്രശംസകളും എല്ലാ ആശീർവാദങ്ങളും ആർക്കാണ്? ലിമൻ അംസക, തടഞ്ഞു വെക്കുന്നവനാണ്. അൽ ഫള മിൻ ലിസാനിഹി, നാവിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ തടഞ്ഞു വെക്കുന്നവനാണ് എല്ലാ ആശംസകളും. നാവുകൊണ്ട് പറഞ്ഞ് ആവശ്യമുള്ളത് മാത്രം പറയും, ബാക്കി മിണ്ടാതെക്കാൻ കഴിയണവനക്ക് ആശംസ നേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് റസൂലുള്ളാഹി പിന്നെ പറഞ്ഞു, വ അൻഫഖൽ ഫള മിൻ ലിസാനി മിൻ മാലിഹി, സമ്പത്തിൽ നിന്ന് ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതിനെ കൊടുക്കുകയും ചെയ്യുന്നവനാണ് ആശംസകൾ. നമ്മൾ ഇതിൻ്റെ നേരെ എതിരാ. സമ്പത്തിൽ നിന്ന് ബാക്കിയുള്ളത് അത് ഒരാൾക്കും കൊടുക്കൂല, അത് നമ്മളെ തന്നെ പിടിച്ചു വെക്കും. വർത്താനം വേണമെങ്കിൽ എത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കും, ആവശ്യമില്ലാത്തതും പറഞ്ഞു കൊടുക്കും. ഇതല്ല വേണ്ടത്, ഇതിൻ്റെ നേരെ എതിരാണ്. നാവിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് തടഞ്ഞു വെക്കണം, സമ്പത്തിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊടുക്കണം. അവർക്കാണ് നന്മ ആശംസകളുള്ളത്. അതുകൊണ്ട് അനാവശ്യ സംസാരത്തിലേക്ക് ഏർപ്പെട്ടു പോയാൽ അതുകൊണ്ട് നമുക്കൊരു നന്മയും വരാനില്ല. അള്ളാഹു തീർത്തു പറയുകയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബി സ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. അല്ലാഹു തആല പറയുന്നത് എന്താ? ലാ ഖൈറ, ഒരു നന്മയുമില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യന്മാർ സംഭാഷണം നടത്തുന്ന, അടക്കം പറയുന്ന, അഭിമുഖം നടത്തുന്ന അധിക വിഷയങ്ങളിലും ഒരു നന്മയുമില്ല. 3 കാര്യത്തിലൊഴികെ. ഇല്ലാമൻ അമറ ബി സ്വദഖ, സ്വദഖ ചെയ്യണമെന്ന് കൽപ്പിച്ച് സംസാരിക്കുന്നവന്റെ സംസാരത്തിലൊഴികെ. നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത അതാണ്. ഖത്തീബ് ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാ. മഹല്ലമ്മച്ചിക്കും ഇഷ്ടമല്ല, നാട്ടുകാർക്കും ഇഷ്ടമല്ല, പക്ഷെ ഉസ്താദ് 4 പിരിവ് കൊടുക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹ് പറഞ്ഞതാണ്, ഇല്ലാമൻ അമറ ബി സ്വദഖ, സ്വദഖ ചെയ്യണമെന്ന് ഉപദേശിച്ച് സംസാരിക്കുന്നതിലേ ഖൈറുള്ളൂ. അത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പം നമ്മൾ വിഷമിച്ചാലും നാളെ മഹ്ശറേന്ന് ഉസ്താദിനോട് ചോദിക്കും, അല്ല ഉസ്താദെ നിങ്ങളെന്തേ നമ്മളോട് വാങ്ങാൻ? ഈ വാങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ കൂലിയും കൊണ്ട് പോകുമ്പോഴേ ഇതൊക്കെ നിങ്ങൾ വാങ്ങി കൊടുത്തതാണല്ലോ എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ അടുത്ത് അവിടെ നമ്മളൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് ദേഷ്യം. അപ്പോൾ ഖൈറുള്ള സംസാരം സ്വതക്ക ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച സംസാരമാണ്. അതെവിടെങ്കിലും നടത്തുമ്പോൾ മുടക്കാൻ നമ്മൾ പോകണ്ട. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുക. രണ്ടാമത് ഔ മഅറൂഫ്, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സംസാരിക്കുക, അതിലേ ഖൈറുള്ളൂ. മൂന്നാമത് അല്ലാഹ് പറയുന്നു ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അതെ ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംസാരം. ഈ സംസാരങ്ങളിൽ മാത്രമേ ഖൈറുള്ളൂ, അല്ലാത്ത സംസാരങ്ങളിലൊന്നും ഒരു ഖൈറുമില്ല. ആൾക്കാരുടെ തെറ്റി നിൽക്കുന്നവരെ യോജിപ്പിലാക്കാൻ വേണ്ടി ഇടപെട്ട് സംസാരിക്കുക, അത് വലിയ ഖൈറുള്ള സംസാരമാണ്. അങ്ങനെ ആരെങ്കിലും തെറ്റി നിൽക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ കാണികളായി പക്ഷം ചേരില്ല വേണം. അവിടെ അവരെ എങ്ങനെ നമുക്ക് അടുപ്പിക്കാൻ കഴിയും, അതിനു വേണ്ടി ചില വിദ്യകളൊക്കെ നമ്മൾ എടുത്താലും അതും ഒരു തെറ്റാവൂല. മഹദിയായ സയ്യിദത്തുന ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറഖിസു ഫീ ശൈഇൻ മിനൽ കദിബി ഇല്ലാ ഫീ സലാസ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുന്നതിൽ 3 വിഷയത്തിൽ മാത്രമേ ചെറിയ ഇളവ് തന്നിട്ടുള്ളൂ. 3 കാര്യത്തിൽ കളവ് പറയാൻ അളവ് തന്നിട്ടുണ്ട്. ഇത് പച്ച പൊള്ളല്ല കേട്ടോ ഈ പറയുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നേതാണ്? അർ-റജുലു യഖൂലുൽ ഖൗല യുരീദു ബിഹിൽ ഇസ്ലാഹ്. തെറ്റി നിൽക്കുന്ന 2 വ്യക്തികളെ യോജിപ്പിലാക്കാൻ വേണ്ടി
ഒരു മനുഷ്യൻ പറയുന്ന സംസാരം അത് ചിലത് ഇല്ലാത്തത് പറഞ്ഞാലും അതിൽ ഇസ്ലാം ഇളവ് തന്നിട്ടുണ്ട്. കാരണം ആളെ നന്നാക്കലാണ് ലക്ഷ്യം. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുന അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മഹാനവറുകൾ പറയുകയാണ്, വഖഅ ബൈന സ്നൈനി മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാമുൻ ഹത്താ തസാറമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് സ്വഹാബികൾ ഒരിക്കൽ വാക്ക് തർക്കമുണ്ടായി. അവർ സംഘട്ടനത്തിന്റെ വക്കിലെത്തി. അങ്ങനെ ഇവർ തെറ്റിട്ട് പിരിഞ്ഞു പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അബൂ കാഹിൽ തങ്ങൾ പറയാ, ഫലഖീതു അഹദഹുമാ, ഞാൻ അവരിൽ ഒരാളെ കണ്ടുമുട്ടി. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, മാലക വലി ഫുലാൻ ഫഖദ് സമീഅതുഹു യുസ്നു ഇലൈക സനാ, നിങ്ങളും ആ ഇന്നാലിന്ന മനുഷ്യനും തമ്മിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടോ? പക്ഷെ അയാളിപ്പം നിങ്ങളെപ്പറ്റി ഒരുപാട് നന്മ മദ്ഹ് എന്നോട് പറഞ്ഞല്ലോ. ആരോടിപ്പോൾ തല്ലൂടിയിട്ട് പോയ ഒരാളെ കൊണ്ട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾ നിങ്ങളെ ഒരുപാട് മദ്ഹാണല്ലോ എന്നോട് പറഞ്ഞത് എന്നാണ്. അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞല്ലോ. അങ്ങനെ അത് പറഞ്ഞിട്ട് ഇയാൾ വേ എന്ത് ചെയ്തു? സുമ്മ ലഖീതുൽ ആഖർ, പിന്നെ ഞാൻ മറ്റേ ആളെ എത്തിയെന്ന്. ഫഖുൽതു ലഹു മിസ്ല ദാലിക, ഇതുപോലെ തന്നെ പറഞ്ഞു. നിങ്ങൾ മറ്റേ ആളുമായിട്ട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടല്ലേ, പക്ഷെ അയാൾ എത്തുന്നപ്പോൾ ഞാൻ വരുന്നു, നിങ്ങൾ ഒരുപാട് മദ്ഹ് പറഞ്ഞല്ലേ അയാള്, നിങ്ങളോട് അയാൾക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ ആള് അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഹത്തസ്തലഹ, പിന്നെ ഇവർ രണ്ടാളും കണ്ടുമുട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഒരു സലാം പറഞ്ഞ് നന്നായി. ഇതെന്താ ഉണ്ടായത്? ഈ രണ്ടാൾക്കാരെയും വിദ്വേഷം പരത്തുന്നതിന് പകരം ഇവർ രണ്ടാളെയും അടുപ്പിക്കാൻ വേണ്ടി ഇയാൾ ചെറിയൊരു കളവ് പറഞ്ഞതാ, നിങ്ങളെ മദ്ഹ് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. സുമ്മകുൽത്തു, പിന്നെ അതാ അബൂ കാഹിൽ തങ്ങൾ പറയുകയാണ്, പിന്നെ ഞാൻ ആത്മകഥം പറയുന്നു, അഹ്ലക്തു നഫ്സീ വഅസ്ലഹതു ബൈന ഹാദൈൻ. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ എന്നെ നശിപ്പിച്ച് രണ്ടാളുകളെ നന്നാക്കി. എന്നെ നശിപ്പിച്ച് പറഞ്ഞ് ഞാൻ നുണ പറഞ്ഞല്ലോ, അത് എനിക്ക് അപകടമല്ലേ? ഓല് രണ്ടാളാണെങ്കിൽ നന്നാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചെന്നുകൊണ്ട് ഈ വിഷയം പറഞ്ഞ്, നബിയെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ രണ്ടാളും നന്നായി, എനിക്ക് കള്ളം പറഞ്ഞ കുറ്റം കിട്ടൂലേ? ഉടനെ മുത്തുനബി പറയുന്നു, യാ അബാ കാഹിൽ അസ്ലിഹ് ബൈനന്നാസ്, അബൂ കാഹിലെ നിങ്ങൾ ഇതുപോലെ ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ഒന്നിപ്പിച്ചോളൂ, അതിന് കുറ്റല്ല എന്ന് ഇളവ് തന്നു എന്നാണ് മഹാൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ തെറ്റി നിൽക്കുന്ന ആളുകളെ നമുക്ക് നന്നാക്കാൻ വഴിയത് രണ്ടാളും മുന്നിലിരുത്തി. നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന ആകെ ഒരു വഴിയാ എന്താ? തെറ്റ് രണ്ട് ആചാര്യമാരും ഒന്നിച്ചിരുത്തി. ആചാര്യർക്ക് ഒരാളൊക്കെ പറയുന്നറിയും. അപ്പൊ ആചാര്യ നന്നായി മറ്റേ ആചാര്യ ചീത്തറി, അപ്പൊ ഇയാളും നന്നായി ചീത്തറി, ഇനി ഒരിക്കലും ഒരു നന്നാവില്ല. ഇങ്ങനെ രണ്ടാക്കും പറയാള് അവിടുന്ന് ചീത്ത അറിയിപ്പിച്ചാൽ അത് നന്നാവില്ല. ആദ്യം ഇങ്ങനത്തെ ഐഡിയ എടുക്കുക. ഒറ്റയ്ക്ക് ഇയാൾ ആചാര പുറേ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾ ആ തെറ്റി നിൽക്കുന്ന അയാൾക്ക് നിങ്ങളോട് അങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. അയാളിപ്പം നിങ്ങളെ പറ്റി അയാളോട് ചോദിച്ചു, അയാൾ നിങ്ങൾ മധുഹല്ലാതെ വേറെ എന്തായാൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരുപാട് ഗുണങ്ങൾ അയാൾ പറഞ്ഞു എന്ന് വെറുതെ പറഞ്ഞ ആൾ നിങ്ങോട്ട് വരും. അതുപോലെ ഇവിടെയും പറയും. എന്നാൽ ഇനി അടുത്ത ദിവസം പള്ളിൻ്റെ അടുത്ത് ഹൗദും കരുക്കൽ വന്ന് ഒന്നുണ്ടാക്കുമ്പോഴൊക്കെ ഇതുവരെ ഒരു വായിൽ വെള്ളം കുഴപ്പിച്ച് തുപ്പുമ്പോഴൊക്കെ മറ്റേ ആചാരണ്ട ആചാര തുപ്പണമായിരിക്കും ആ തുപ്പല്, മേത്ത് കാവൂലെന്നേ ഉള്ളൂ. അത്രയും ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ കാണുമ്പോൾ എന്താക്കുന്നവർ രണ്ടാളും ഇടക്കണ്ണിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും. അത് തമ്മിൽ കണ്ണ് ഒന്നിച്ചു പോയാൽ പിന്നെ ചെറുങ്ങനെ ഒന്ന് ചിരിക്കും, പോലും ഭേദനന്നാവും. ഇങ്ങനെയുള്ള ഹിക്മത്തെടുത്തുകൊണ്ട് നന്നാക്കാൻ വേണ്ടി സംസാരിക്കുക, അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതല്ലാത്ത അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിനു വേണ്ടി, നാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, ബാത്തിലായ അധാർമികമായ സംസാരങ്ങളിൽ നമ്മൾ ഊളിയിട്ടിറങ്ങുക. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ, സ്ത്രീയുടെ, പുരുഷൻ്റെ ഇവരെയൊക്കെ ശാരീരിക വർണ്ണന നടത്തുന്ന, സൗന്ദര്യ വർണ്ണന നടത്തുന്ന സംസാരങ്ങൾ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, സിനിമയുടെ, കൊള്ളയുടെ, തമ്മാടികളുടെ ഇങ്ങനെയുള്ള അധാർമികമായ വിഷയങ്ങളെയും വ്യക്തികളെയും വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കഥ പറയുന്നതിലേർപ്പെടുക, അത്തരത്തിലുള്ള കഥ പറയുകയും അത് കേട്ടിരിക്കുകയും ചെയ്യുക, ഇത് മാരകമായൊരു കുറ്റമാണ്. ഒരിക്കലും അങ്ങനെയുള്ള അധാർമികമായ സംസാരങ്ങളിലേക്ക്
നമ്മളാരും ഒഴിവു സമയങ്ങളെയോ അല്ലാത്ത സമയങ്ങളെയോ ദുരുപയോഗം ചെയ്യരുത്. നമ്മളൊക്കെ രാത്രി ചിലപ്പം വാലൊക്കെ കഴിഞ്ഞ് 1 മണിക്ക് 2 മണിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവും നമ്മളെ കുട്ടികൾ ഓവാലത്തുമ്മൽ ഇങ്ങനെ ഇരിക്കണം. എന്താ ഇരുന്നിങ്ങനെ പറയുന്നത്? എന്തായി പറയണത്? ചിലപ്പോൾ എന്തോ സിനിമൻ്റെ കഥ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ വർണ്ണിച്ച് പറയാ, ചെയ്ത കുറ്റകൃത്യങ്ങൾ പറഞ്ഞ് ആസ്വദിക്കുക. ഈ തരത്തിലുള്ള ഈ സംസാരം അത് ഏറ്റവും മാരകമാണ്. അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അഅ്ളമുന്നാസി ഖത്വായ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് വരുമ്പോൾ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങളുടെ ഭാണ്ഡവുമായി വരുന്നവരാരാണെന്നറിയുമോ? അക്സറുഹും ഖൗലം ഫിൽ ബാത്തിലി. അധാർമിക വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിച്ചിരിക്കുന്നവരാണ്. അവർക്കായിരിക്കും ഏറ്റവും വലിയ തെറ്റിൻ്റെ കെട്ടുണ്ടാകുക. അതുകൊണ്ട് കൂട്ടുകാരെ, ഇങ്ങനെയുള്ള സദസ്സുകളിൽ ചെന്നിരുന്ന് രാത്രി ഏറെ വൈകിട്ടും വീട്ടിലേക്ക് മടങ്ങാതെ അനാവശ്യ സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കരുത്. സഹോദരിമാർ, എപ്പോഴും നാവിൽ ഏറ്റവും മുന്നിൽ പെണ്ണുങ്ങളാണ് ഉണ്ടാകുക. ശാസ്ത്രീയമായുള്ള ഗവേഷണങ്ങളിലും പറയുന്നത്, ഒരു പുരുഷൻ 10 മിനിറ്റ് കൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ വർത്തമാനം ഒരു പെണ്ണ് പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ അത് അനാവശ്യവും ഇത്തരത്തിലുള്ള വർണ്ണനകളും വേണ്ടാവൃത്തികളുമാണെങ്കിൽ അത് വമ്പിച്ച തെറ്റായി പോകും. നാളെ പരലോകത്ത് നരകത്തിൽ ചെന്ന് പതിച്ച മനുഷ്യന്മാർ, അവരെക്കുറിച്ചതാ തങ്ങളുടെ കൂട്ടുകാർക്ക് കാണാൻ അവസരം കൊടുക്കും അള്ളാഹു. സ്വർഗത്തിലുള്ള കൂട്ടുകാര് നരകവാസികളായ കൂട്ടുകാരെ കാണുമ്പം ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ. നിങ്ങളെ ഈ നരകത്തിൽ പ്രവേശിപ്പിച്ച വസ്തുത എന്താണ്? എന്ത് കാരണം കൊണ്ടാ നിങ്ങൾ നരകത്തിലെത്തിയത്? ഖാലു, അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ വകുന്നാ നഖൂലു മഅൽ ഖായിദീൻ. മുറ പോലെ നിസ്കരിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നരകത്തിൽ വരാനുള്ളൊരു കാരണം അതാണ്. പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചില്ല. നരകത്തിൽ വരാനുള്ള രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തെ കാര്യം, വകുന്നാ നഖൂലു മഅൽ ഖായിദീൻ. അനാവശ്യ സംസാരങ്ങളിൽ, അധാർമിക സംസാരങ്ങളിൽ ഏർപ്പെട്ട് ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കൂടെ ഇരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത് എന്ന് അവിടെ വെച്ച് കൈകടിച്ചു പറയുന്ന അവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള സംസാരത്തിൽ ഏർപ്പെടാതിരിക്കുക. ഏതെങ്കിലും ആളുകളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഇതുവരെ നല്ലത് പറഞ്ഞ് ഇനി വേഗം അങ്ങോട്ട് മാറുകയാണ്, ഹറാമായ സംസാരത്തിലേക്ക് മാറുക എന്ന് കണ്ടാൽ അള്ളാഹു പറയുന്നു, ഫലാ തഖഉദൂ മഅഹും. നിങ്ങൾ പിന്നെ അവരെ കൂടെ ഇരിക്കരുത്. പെട്ടെന്ന് എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കണം. അവരെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി ഇന്നകും ഇദം മിസ്ലഹും. അതല്ലാത്ത നല്ല എന്തെങ്കിലും സംസാരത്തിലേക്ക് അവർ മാറാതെ നിങ്ങൾ ആ സദസ്സിലിരിക്കരുത്. നിങ്ങൾ ഇരുന്നു കൊടുത്താലോ, നിങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും പറയുന്നവരെ പോലെ നിങ്ങൾക്കും കുറ്റമുണ്ടാകും അള്ളാഹു പറയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നാവാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഗൗരവത്തോടെ പറഞ്ഞത്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ. നാവ് കൊണ്ടും മറ്റവയവങ്ങൾ കൊണ്ടും സംസാരത്തിലൂടെയും ആംഗ്യഭാഷയിലൂടെയും മറ്റുള്ളവന്റെ മാനം തകർക്കുന്നവർക്കാണ് വമ്പിച്ച നാശം. ഇനി നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അശ്ലീല ചുവയുള്ള സംസാരങ്ങളോ തോന്നിവാസങ്ങളോ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ മുഅ്മിനു ബിത്വആൻ വലൽ ലആൻ വലൽ ഫാഹിശു വലൽ ബദിയു. മുഅ്മിനായ മനുഷ്യൻ ആരായിരിക്കില്ല? അവൻ അനാവശ്യ വിമർശനം നടത്തുന്നവനല്ല. അതുപോലെ തന്നെ ശാപവാക്കുകൾ പറയുന്നവനല്ല. വലൽ ഫാഹിശു, തോന്നിവാസം പറയുന്നവനല്ല. വലൽ ബദിയു, അശ്ലീലവും വേണ്ടാത്തതും സംസാരിക്കുന്നവനല്ല മുസ്ലിമായ മനുഷ്യൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
വാഹനത്തിൽ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വേറെ ഏത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റേ വണ്ടിയിലുള്ളവനെ ചീത്ത പറയുമ്പം നമ്മൾ മാനമായ വർത്താനം ഉപയോഗിക്കണം. ചീത്ത പറയില്ലല്ലോ, ചീത്ത പറയാൻ തന്നെ പാടില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ചെവി പൊത്തേണ്ടി വരികയാണ്. അവൻ്റെ വാപ്പയുടെ പ്രായമുള്ള ആളുകളൊക്കെ കൂടെ ഉണ്ടാവും. അവരെപ്പോലും മാനിക്കാതെ മറ്റേ വണ്ടിയിലുള്ളവനെ വിളിക്കുന്ന മാപ്രയോഗങ്ങൾ എത്രമാത്രം മാലിന്യം നിറഞ്ഞതാണ്. മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ അത് വരില്ല എന്നാണ്. തമ്മിൽ തെറ്റിയാൽ പോലും ദേഷ്യം വരുന്ന സമയത്ത് പോലും മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഈമാൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ തെറ്റിയാലും ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തൂല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. തോന്നിവാസങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് വരരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൽ ജന്നത്തു ഹറാം, സ്വർഗം നിഷിദ്ധമാണ്, അലാ കുല്ലി ഫാഹിസിൻ അൻ യദ്ഖുലഹാ, എല്ലാ തോന്നിവാസം പറയുന്നവനും സ്വർഗപ്രവേശം എന്നത് അവന് നിഷിദ്ധമാണ്, അല്ലാഹു അനുവദിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാഹിഷ, അല്ലാഹു ഒരിക്കലും തോന്നിവാസം പറയുന്നവനെ ഇഷ്ടപ്പെടുന്നില്ല. അൽ മുതഫഹിഷ അസ്വയ്യാഹ ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ വലിയ ബഹളം വെച്ച് തോന്നിവാസം വിളിച്ച് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ, ഇവനെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല, അവൻ സ്വർഗപ്രവേശമില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെ നാവ് കൊണ്ട് അശ്ലീലം പറയരുത്. മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ ഉണർത്തുകയാണ്. അള്ളാന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എത്ര ശ്ലീലം നിറഞ്ഞ വാക്കുകളാണ്. അശ്ലീലം അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നല്ലാഹ കരീം, അള്ളാഹു വലിയ മാന്യനാണ്. അങ്ങനെ അതാ കന്നാ ബിൽ ലംസി അനിൽ ജിമാ, ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ച് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗത്തെ എടുത്തു പറയാൻ ഇബ്നു അബ്ബാസ് തങ്ങൾ. അള്ളാഹു എന്താ പറഞ്ഞ? ലംസ്, സ്പർശനം എന്ന പദമാണ് അള്ളാഹു സ്ത്രീ പുരുഷ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അതിന് ശരിയായ നിലക്ക് പച്ചയെ പറയുന്ന വാക്കുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ പണ്ട് മറക്കിയിരിക്കാന്നല്ലേ പറയില്ല, എവിടെ പോയി വരാ മറക്കിയിരിക്കാൻ പോയത്. അത് ആൾക്കാരോട് പറയാൻ പറ്റിയൊരു സംഗതിയാണ്. അതേ സമയത്ത് ആ പ്രവർത്തനത്തെ പറ്റി നമ്മളെ നാട്ടിൻപുറത്തൊക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതൊരാളോട് പറഞ്ഞാലോ, എവിടുന്നാ വരുന്നേ, ഞാൻ ഡാഷിന് പോയി വരിക എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു അശ്ലീലാണ്. കേൾക്കുന്നവനും വിഷമാണ്, പറയുന്നവനൊക്കെ വിഷമാണ്. അപ്പോൾ ഒരാളെ ചീത്ത പറയുക എന്ന നിലക്ക് മാത്രമല്ല, കേട്ടാൽ അറുപ്പ് തോന്നുന്ന ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമായ മനുഷ്യന്റെ നാവിലൂടെ അങ്ങനെയുള്ള വാക്കുകൾ വരാൻ പാടില്ല. ഇനി നോക്കൂ നിങ്ങൾ, വേറെ ഒരു മനുഷ്യനെയോ അല്ല ഏതെങ്കിലും സംഗതികളെയോ ഒരു വാഹനത്തെയോ മരുമകളെയോ മകനെയോ ആരെയും ശപിച്ചു സംസാരിക്കരുത്. റസൂലുള്ളാഹി പറയുന്നു, അൽ മുഅ്മിനു ലൈസ ബിലആൻ, ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല. അത് ഏതാണെങ്കിലും നമ്മൾ അതിനെ ശപിക്കാൻ പാടില്ല. മഴയെ ശപിക്കരുത്, വെയിലിനെ ശപിക്കരുത്, കുട്ടിയെ ശപിക്കരുത്, വാഹനത്തെ ശപിക്കരുത്, ഭാര്യയെ ശപിക്കരുത്, ഭർത്താവിനെ ശപിക്കരുത്, ആരെയും ശപിച്ച് സംസാരിക്കരുത്. നമ്മൾ കൊടടുത്തില്ല, പെട്ടെന്നൊരു മഴ. എന്താ നമ്മളെ പ്രയോഗം? പണ്ടാറടക്കാനൊരു മഴ പെയ്യാൻ കണ്ട നേരം ആ മഴ പണ്ടാറടക്കിയ മഴയായി. നമ്മൾ കൊടടുക്കാത്തതുകൊണ്ട് പറയാൻ പാടില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തെ കയറിക്ക, ഒരു പാട്ട വണ്ടിയാ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു വണ്ടി കയറാൻ പാടില്ല. ചിലപ്പം ചില പ്രയോഗങ്ങളുണ്ടല്ലോ, അത് തമ്മു കൊണ്ടുവന്ന് ചില ആൾക്കാർ വേണം ഇങ്ങനെ എയർപോർട്ടിലെ കയറി ഇങ്ങനെ ഇരുന്നാണ് വിമാനത്തിൽ. അപ്പം ആരോ ഫോൺ ചെയ്യുക. അപ്പം എന്താ പറയണ? ഞാൻ KSRTC-യിലുണ്ട്. ഏതാ KSRTC? എയർ ഇന്ത്യ. ആകാശത്തൂടെ പോണ വാഹനമാണല്ലോ. അപ്പം നമ്മൾ അതിനെ ചെറുതാക്കി നിസ്സാരപ്പെടുത്തി പൊളിഞ്ഞ വണ്ടി എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പ്രയോഗിച്ച് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾക്ക് ഉപകാരം തരുന്ന ഒന്നിനെയും കൊച്ചാക്കി പറയരുത്. മനുഷ്യനെ മാത്രമല്ല, വാഹനത്തെ അങ്ങനെ നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ സ്വഹാബാക്കളെയും കൂട്ടി ഒരു യാത്ര പോകുന്ന സമയത്ത്, ഇദംറഅത്തും മിനൽ അൻസാർ അലാ നാഖത്തിൻ ലഹാ ഫളജറത്, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വനിത അവരെ ഒട്ടകപ്പുറത്ത് കയറി, ആ ഒട്ടകം അവരെയുമായി ഒന്ന് വിരണ്ടു. ഫലഅനത്ഹാ, ഉടനെ ആ സ്വഹാബി വനിത എന്ത് ചെയ്തു? ആ ഒട്ടകത്തെ ശപിച്ചു. പണ്ടാറടക്കാൻ, എന്താണിത് ഇങ്ങനെ?
എന്ന് പറഞ്ഞ് അതിനങ്ങ് ചീത്ത പറഞ്ഞപ്പം റസൂലുള്ള എന്തു പറഞ്ഞു? ഖുദൂ മാ അലൈഹാ വഅറുഹാ.